ഹലോ, ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ജേർണൽ ചെയ്യാം. ക്യൂട്ട് എന്നല്ല, നല്ലൊരു പേജ് എടുക്കട്ടെ കേട്ടോ. എന്നിട്ടെല്ലാം തുടങ്ങാം. ഞാൻ ഇതിന് മുന്നേ തന്നെ ഈ ഒരു ഗ്ലിറ്റർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ അളവിൽ നമ്മളെന്തായാലും അന്ന് ഗിഫ്റ്റ് കിട്ടിയില്ലേ, അതുകൊണ്ടൊക്കെ ചെയ്യാനൊരു ഉദ്ദേശമാണ്. കുറേ ദിവസമായി ഈ ഒരു ജേർണൽ ചെയ്യാൻ കരുതുന്നു. വേറൊന്നുമല്ല, ഞാൻ എന്നെ കൊച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഒട്ടിച്ച് ചെയ്യാമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഫോട്ടോസ് ആകൊന്നുള്ളൂ കിട്ടി, കുഴപ്പമില്ല, നമുക്കിതൊക്കെ മതി. ഫസ്റ്റ് തന്നെ ഗ്ലിറ്റർ പേപ്പർ ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഒട്ടിക്കാൻ എത്തി. ഫോട്ടോ ആകെപ്പാടെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫോട്ടോ തന്നെ എടുത്ത് ഒട്ടിക്കാറുണ്ട്. ഇത് ഞാനൊന്ന് ഊട്ടി പോയപ്പോൾ ഫോട്ടോ ആയിട്ടോ. പിന്നെ അതിനൊപ്പം തന്നെ നെസുവാന്ന് എഴുതിയൊരു ഇതും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഒട്ടിച്ചു. പിന്നെ ഞാനൊരു പെയിൻറ് ചെയ്തതാണ്, ലൈക്ക് മീ എന്നൊക്കെ എഴുതിയിട്ട് ഒരു പെയിൻറ്റിങ് ആണ്. അപ്പോൾ അതും കൂടി ഞാൻ ഒട്ടിച്ചു. ഇതെല്ലാം ഞാൻ ഈ ഒരു ഗ്ലൂ കൊണ്ട് തന്നെ ആയിട്ട് കൊടുക്കണേ. ഈ ഗ്ലൂ ഇല്ലാന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട, ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ നെസുവാന്ന് എഴുതിയിട്ടുള്ളൊരു ഇതും കൂടി പെയിൻറ്റിങ്ങും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും നല്ല ക്യൂട്ടായിട്ട് തന്നെ ചെയ്യണമെന്ന് വലിയൊരു ഇതായിരുന്നു. എൻ്റെ അടുത്ത് യെല്ലോയും പിങ്കും റെഡും ഗ്ലിറ്റർ പേപ്പറായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഈ ഡ്രസ്സിൻ്റെ കളറൊക്കെ പിങ്ക് ആയതുകൊണ്ട് ഞാൻ കരുതി പിങ്കിൻ്റെ ഗ്ലിറ്റർ പേപ്പറിനെ എടുക്കാമെന്ന്. പിന്നെ കുറച്ച് കവായി സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കുക. ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ റൈറ്റിങ് എവിടെ എഴുതുന്നത്. ഇത് ഞാനൊരു ഈവനിങ് ജേർണലാട്ടോ. ഈവനിങ്ങിന് ഞാൻ അത്രക്കും ജേർണൽ ചെയ്യാറില്ല, അതുകൊണ്ട് ഞാനിതിനൊരു ഈവനിങ് ജേർണൽ എന്നൊക്കെ പേര് കൊടുത്തതാണ്. ഈവനിങ് ജേർണൽ എന്നൊക്കെ എഴുതണം എന്ന് കരുതിയതായിരുന്നു. പക്ഷേ കവായി സ്റ്റിക്കറും കൂടി ഒട്ടിച്ചപ്പോൾ എന്തോ ഒരു തരം വിടാം. പിന്നെയാണ് ഓർമ്മ ഇത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ.